ഛത്തീസ്ഗഡിൽ പുതിയ തന്ത്രവുമായി മിഷണറി സംഘം. കന്യാസ്ത്രീകൾക്കെതിരെ മൊഴി നൽകിയ പെൺകുട്ടിയെ സ്വാധീനിക്കാൻ ശ്രമം. പെൺകുട്ടിയെ കൊണ്ട് മൊഴി മാറ്റി പറയിപ്പിക്കാനാണ് നീക്കം നടക്കുന്നത്. അതേസമയം കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതാക്കൾ തന്ത്രപരമായി മൗനം പാലിക്കുകയാണ്. ഛത്തീസ്ഗഡിൽ നിന്ന് എസ് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, മറ്റൊരു ജാമ്യത്തിനായി ഹൈക്കോടതിയിൽ ശ്രമിക്കുമ്പോൾ പുതിയ തന്ത്രം മിഷണറി സംഘം പയറ്റുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ പെൺകുട്ടിയെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലേ? രോഹിണി, വലിയ നാടകങ്ങളാണ് ഛത്തീസ്ഗഡിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കാരണം നാളെ ഇവരുടെ ജാമ്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കാൻ പോവുകയാണ്. മാത്രമല്ല NIA കോടതിയിലേക്ക് ഈ കേസ് പോയ പശ്ചാത്തലത്തിൽ ഇത് വലിയ ബുദ്ധിമുട്ടാകും എന്നവർക്ക് ഇതിനോടകം ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. ഹൈക്കോടതിയിൽ പോകുമ്പോൾ ഈ മനുഷ്യക്കടത്ത് കേസ് നിലനിൽക്കില്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തണം. അതായത് ഇത് മെയിൻറ്റൈനബിൾ ആണോ എന്നുള്ള കാര്യം കോടതി പരിശോധിക്കും. ഈ 143 ആ ഘട്ടത്തിൽ അത് മെയിൻറ്റൈനബിൾ അല്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിന് ഈ പെൺകുട്ടിയുടെ മൊഴി മാറ്റുക എന്നുള്ളതല്ലാതെ ഇവർക്ക് മുന്നിൽ മറ്റൊരു പോംവഴിയുമില്ല എന്നുള്ളതാണ്. ഈ പെൺകുട്ടിയെ തന്നെ ഇവർ തന്റെ സമ്മതമില്ലാതെ കൊണ്ടുപോവുകയായിരുന്നു എന്ന് പറഞ്ഞ പശ്ചാത്തലത്തിൽ അതൊരു സ്ട്രോങ് ആയിട്ടുള്ള മൊഴി കൂടിയാണ്. അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ജാമ്യത്തിലേക്കും ഈ കേസ് തന്നെ ഇല്ലാതാക്കുന്നതിനും ഗുണകരമാവുക. അതിനാലാണ് ഈ തന്ത്രം മിഷണറി സംഘം ഇപ്പോൾ പ്രയോഗിക്കുന്നത്. പെൺകുട്ടിയെ കൊണ്ട് മൊഴി മാറ്റി പറയിക്കാൻ നീക്കം നടക്കുന്നു. ബസ്തറിൽ ഈ മിഷണറിമാർക്ക് വലിയ സ്വാധീനമുള്ള മേഖലയിലാണ് ഈ പെൺകുട്ടിയുടെ ഗ്രാമം. മാത്രമല്ല ഇതിൽ ഒരു അത് പ്രീതി മേരി എന്ന കന്യാസ്ത്രീ മുൻപ് ഇവരുടെ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ്. അതിനാൽ തന്നെ ആ ഒരു സ്വാധീനം കൂടി ഉപയോഗിച്ച് മൊഴി മാറ്റിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യക്കടത്ത് വകുപ്പ് ചുമത്തിയതിനാൽ ജാമ്യം കിട്ടുന്നതിന് പ്രയാസമുണ്ടാകുമെന്ന് നിയമോപദേശം കിട്ടിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു അനുകൂല സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ മൊഴി മാറ്റാൻ ശ്രമം നടക്കുന്നത്. ഒരു പക്ഷേ ഇന്ന് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും ഈ പെൺകുട്ടിയെ കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. കാരണം വാർത്തകൾ വരുന്ന പക്ഷം അത് കോടതിയുടെ ശ്രദ്ധയിലും ജഡ്ജിമാരുടെയൊക്കെ തന്നെ ശ്രദ്ധയിലും എത്തുകയും അതിൽ തങ്ങൾക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നും ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് പെൺകുട്ടിയെ സ്വാധീനിക്കാനുള്ള ശ്രമം മുന്നോട്ട് പോകുന്നത്. അത് വിജയം കാണുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.